ഓണം ചെയ്ത് കൊടുക്കാം. ഫുൾ ഓണാണ്. ഉറുപ്പ് മുടക്കാൻ 7 സീറ്റ് വണ്ടി കൊണ്ടുപോകാം. പെട്രോളേ കയറും. അത് 4,60,000 പെട്രോൾ വണ്ടി. പെട്രോൾ വണ്ടിയില്ലേ? 5 ലക്ഷം കയറും. ലോണ് കയറും. 5 ലക്ഷം ലോൺ. ഒരു 10,000 മുടക്കിൽ അടിപൊളി പോള കൊണ്ടാകല്ലേ? അടിപൊളി. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നും ചെയ്യാല്ല. ഷോറൂം ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററിയുള്ള വണ്ടി ലോൺ കയറും. മാക്സിമം കയറും. മാക്സിമം ലോൺ. 10,000 വണ്ടി ഇറക്കാം. അത് ഓട്ടോമാറ്റിക്. ഓട്ടം കുറവാണ്. അതുപോലെ റീപ്ലേസും കാര്യങ്ങളൊന്നും ഷോറൂം കണ്ടീഷനിൽ വണ്ടി കൊണ്ടാക്കാം. 6 ലക്ഷം വരെ ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം കയറും. മാക്സിമം ലോൺ. 60,000 അടിപൊളി XUV ബ്രസർ കൊണ്ടാകാം. കുറച്ച് ഫിറ്റിംഗ്സ് ഉണ്ട്. 20 കിലോമീറ്റർ മൈലേജ് ഉണ്ടോ? അതിന് മേലെ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. 2 ലക്ഷം ചോദിക്കണ്ടേ? 11 മോളിലെ സിംഗ്ലോൺഷിപ്പ് വണ്ടി. എന്തായാലും കുറച്ച് കൊടുക്കും. എന്തെങ്കിലും മാറ്റം വരുത്താം നമുക്ക്. ലോൺ എത്ര കയറുമോ? ലോൺ ഒരു 1.5 ചെയ്ത് കൊടുക്കും. നല്ല പ്രൊഫൈലാണ്. മാക്സിമം ഫുൾ ലോൺ അല്ലെങ്കിൽ ചെറിയ മുടക്കിൽ ഇറക്കല്ലേ? 10,000 ഇറക്കാം. 50 to 1 ഉള്ളിൽ ഉണ്ടെങ്കിൽ മാക്സിമം ഇറക്കാലോ അല്ലേ? ഇത് ഫിയൽ തരുന്നുണ്ട്. 6 MB 6 ലക്ഷം വരെ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാറല്ലേ? ഒരു 50,000 മുടക്കങ്ങളെ കയ്യിലുണ്ടോ? ഈ വണ്ടിയൊക്കെ നല്ല അടിപൊളി സിയാസനം കൊണ്ടാകാം. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മളങ്ങനെ ഏകദേശം ഒരു 1.5 മാസത്തിന് ശേഷം വീണ്ടും ബോസ് യൂസുകാർ തന്നെ വീണ്ടെത്തിക്കുന്നുണ്ടോ? എടപ്പാള് ചങ്ങനംകുള്ള ബോസ് യൂസുകാരിലാണ്. കുറെ വണ്ടികൾ പുതിയ സ്റ്റോക്കറിയാണ്. പോളോകളൊക്കെ മാക്സിമം ലോൺ. അതേപോലെ നല്ല ചെറിയ വിലക്ക് ഫോർച്യൂണർ ഉണ്ട്. 7 സീറ്റ് വണ്ടികളൊക്കെ ഫുൾ ലോണുകളുണ്ട്. അതേപോലെ 50,000 മുടക്കിൽ ഏകദേശം വണ്ടികളൊക്കെ കൊണ്ട് ഇറക്കാൻ പറ്റും. ഓട്ടോമാറ്റിക് വണ്ടികളുണ്ട്, മാനുവൽ ഉണ്ട്, എല്ലാ മോഡൽ വണ്ടികളും. നമ്മള് കോളില് ഷബീബ് നമ്മളെ വീടിലേക്ക് ലൊക്കേഷൻ പറഞ്ഞാണ്. ഇത് നമ്മളെ എടപ്പാളിലെയും കുന്നോളത്തിന്റെയും സെന്ററിലാണ്. പാവിട്ടുപുറം എന്നാണ് സ്ഥലത്തിന്റെ പേര്. പാവിട്ടുപുറാണ് ലൊക്കേഷൻ. മെയിൻ റോഡിന്റെ വക്കിൽ തന്നെയാണ്. അതെ, തൃശ്ശൂർ കോഴിക്കോട് ഹൈവേ തന്നെയാണ്. മാറാനും പേക്കാറൊന്നുമില്ല. വീഡിയോയില് നമ്പർ ഉണ്ട്. അതേമാതിരി ഇവര് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാല് ലൊക്കേഷൻ അവർ വിട്ടുതരും ചെയ്യുമല്ലോ. എത്ര മുതൽ വണ്ടികളുണ്ട് നമുക്ക്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2.5 മുതലാണ് ഉള്ളത്. നമുക്കൊരു 30,000 ഒരു വണ്ടിയും 30,000 ഒരു 800 കൂടി സാധനം വേറെ സ്റ്റോക്ക് ഉണ്ട്. 30,000 മാരുതി ഉണ്ട്, 35,000 മാരുതി ഉണ്ട്. ഇവിടെ ആണെങ്കിൽ ഏകദേശം 2 ലക്ഷം മുതലാണ് സ്റ്റാർട്ടിംഗ്. 7 സീറ്റ് വണ്ടികളൊക്കെ ഫുൾ ലോൺ കൊടുക്കാം. ലോൺ കൊടുക്കാൻ പറ്റിയ ട്രൈബർ ഒക്കെ ഉണ്ട്. ഓട്ടോമാറ്റിക് വണ്ടികളുണ്ട്. അതായത് ഇഗ്നിസ്, വെന്റ് ഓട്ടോമാറ്റിക് ഉണ്ട്, ഉണ്ട്, ജാസ് ഓട്ടോമാറ്റിക് വരാനുണ്ട്. കുറെ വണ്ടി വരാനുണ്ട്. ഫോർച്യൂണർക്ക് മാക്സിമം ലോൺ കൊടുക്കാൻ നമ്പർ ആക്കി കഴിഞ്ഞാൽ ലോൺ കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്യാലല്ലേ? പോളോകൾ എത്ര മുതൽ കൊടുക്കുന്നുണ്ട്? പോളോ നമുക്കുള്ളത് 2017 ഡീസൽ പോളോ ഉള്ളത്. അതൊരു 560 റേഞ്ചിലുള്ളത്. മാക്സിമം ലോണൊക്കെ ചെയ്ത് കൊടുക്കാം. ഒരു 10,000 ഇറക്കാം. അതെ. പിന്നെ ഒറിജിനൽ കേരള ഇന്നോവകളുണ്ട്, ഒക്കെ ഉണ്ടല്ലോ. എല്ലാ വണ്ടികളും ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വണ്ടിക്ക് വിളിച്ചാലും ഏത് വണ്ടിയോടെ സെറ്റ് ആക്കി തരും. അതേമാതിരി തന്നെ മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഗ്യാരണ്ടി ഇല്ല. മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഗ്യാരണ്ടി നിലവിൽ റീപ്ലേസ് ഉള്ള വണ്ടികളും ഇല്ലല്ലേ? സിംഗിൾ ഓണർഷിപ്പ് നമ്മളിപ്പോ കുറെ വീടുകളിൽ പറഞ്ഞ വണ്ടികൾ ഓൾമോസ്റ്റ് ഒക്കെ സിംഗിൾ ഓണറാ. 1-2 വണ്ടികളാണ് സെക്കൻഡ് ഉള്ളത്. ഒക്കെ 11 ഡിസയർ വരെ നമുക്ക് സിംഗിൾ ഓണർഷിപ്പിൽ കൊടുക്കാൻ പറ്റുമല്ലോ അല്ലെ? അതാണ് 2011 വണ്ടിയുണ്ട്, അതുപോലെ 14 വണ്ടിയുണ്ട്. അതൊക്കെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടികൾ കൊടുക്കാം. അത്ര ഗ്യാരണ്ടി വണ്ടികളൊക്കെ ഒക്കെ വീടുകളിൽ കാണാം. സിംഗിൾ ഓണർഷിപ്പ് നമുക്ക് മാറ്റാൻ പറ്റുമല്ലോ. പേപ്പറിൽ സോളിഡ് ആയിട്ടുള്ള സംഭവം. നമ്മളെ പേര് കൂടി മാറിയിട്ടില്ല. അത് നമ്മൾ പറയുന്നത് വീടുകളിൽ കാണാം. ഒക്കെ വീഡിയോയിൽ കാണാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നമ്മൾ പറയാൻ കാണാൻ ശ്രമിക്കും. നമ്മളെ ചാനലിലേക്ക് അറിഞ്ഞ് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് പേജ് പോലെ മറക്കണം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പൊ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുന്ന അടിപൊളി 7 സീറ്റ് വണ്ടിയാണ്. ഫുൾ ലോൺ കൊടുക്കാൻ പറ്റിയ ട്രൈബർ ആണല്ലേ? നമ്മള് കൂടുതൽ ഷബീബ് നമ്മളെ വീട്ടിലേക്ക് ഉഷാറാണല്ലേ? അതാണ്. അപ്പൊ എങ്ങനെ ഡീലറുണ്ട്? ഇത് 2019 മോഡല് സിംഗിൾ ഓണർ ട്രൈബർ RXL ആണ് ഓപ്ഷൻ വരുന്നത്. മോഡൽ ഉണ്ടല്ലോ 19 മോഡൽ ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. 50,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ലോ കിലോമീറ്റർ ഓടിയിട്ടാണ്. ലോ കിലോമീറ്റർ ആണ്. റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു പരിപാടി ഇല്ല. കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. സീറ്റുകളൊക്കെ ഉഷാറാക്കി ചെയ്തു. 10 മാസമാണ് വണ്ടി ഇറക്കിയുള്ളത്. 2019 അതിൽ ഡേറ്റ് ഉണ്ട്. ഡേറ്റ് ഉണ്ടല്ലോ അല്ലെ? 15/10/2019 ഇറങ്ങിയത്. 10 മാസം ഇറങ്ങിയാണല്ലേ? ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഒക്കെയാണ്. അലവിയില് മാറുള്ള മറ്റേ വീൽ കപ്പ് ആന വരും. അതാണ് കമ്പനി അലവി എല്ലാ ഈ ഓപ്ഷൻക്ക് വരുന്നല്ലേ? വീൽ കപ്പ് അങ്ങനെയാണ് ചെയ്തുള്ളത്. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? നമ്മള് 460 ചോദിക്കുന്നത്. 4,60,000. 19 മോഡല് 4,60,000 കുറച്ച് കൊടുക്കും. എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കാം. ലോണും ചെയ്ത് കൊടുക്കാം. ഫുൾ ലോണാണ്. ഫുൾ ലോൺ ചെയ്ത് ഉറുപ്പ് മുടക്കാം. 7 സീറ്റ് വണ്ടി കൊണ്ടുപോകാം. പെട്രോൾ ആക്കാരം. അത് 4,60,000 പെട്രോൾ വണ്ടിയില്ലേ? പെട്രോളിന് എത്ര മൈലേജ് കിട്ടുന്നത്? ഇത് നമുക്കൊരു 15 എക്സ്പെക്ട് ചെയ്താൽ മതി. ആ ലെവലിൽ എന്തായാലും 7 സീറ്റ് വണ്ടി കിട്ടുള്ളൂ. അപ്പൊ ലാഭം തന്നെ ആണല്ലേ? മെയിൻ്റെനൻസ് വരില്ല. പെട്രോൾ അല്ലേ? ഓക്കെ. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. എണ്ണ ഓടിയാൽ മാത്രം മതി. ഓടിയാൽ മതി. വേറെ ടയർ ഇൻഷുറൻസ് കാര്യങ്ങളൊന്നും നോക്കില്ല. എല്ലാം പക്കയാണ്. കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ഉണ്ടല്ലേ? ഷോറൂമിൽ ഇറക്കേണ്ട ആ കണ്ടീഷനിൽ കൊടുക്കും നമ്മള്. കൊണ്ടുപോകാം. അതെ. സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്.
അടുത്ത വണ്ടി വീണ്ടും ഒരു 7 സീറ്റ് വണ്ടിയാണ് ഇന്നോവ അല്ലേ? അതെ, ഇന്നോവ വി ആണ് വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടി. ഒറിജിനൽ കേരള അന്നത്തെ ഫുൾ ഓപ്ഷൻ വി. അതെ, നല്ല വൃത്തിയുള്ള വണ്ടിയില് സ്കേർട്ടിങ് ചെയ്തിട്ടുണ്ട്, പമ്പറും സൈഡ് സ്കേർട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള ചെയ്തിട്ടുണ്ട്. കാണാൻ ലുക്കുള്ള വണ്ടി അല്ലേ? ഇന്റീരിയർ അതുപോലെ തന്നെ സീറ്റൊക്കെ ലെതർ സീറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ഒരു വെറൈറ്റി കളറാണല്ലേ? നല്ലൊരു ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മോഡൽ തന്നെ 2012 മോഡല്. 12 മോഡലാണ്. വിയോടെ ഓപ്ഷൻ വരുന്നത്. കിലോമീറ്റർ വരെയുള്ള എങ്ങനെ? കിലോമീറ്റർ 1,29,000 കിലോമീറ്റർ. 1,20,000 വരെ കറക്റ്റ് കമ്പനിയിൽ അതുവരെയുള്ള എല്ലാ സർവീസും വണ്ടിയാണ്. അപ്പൊ വേറെ പണി കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഫുൾ പക്ക. 1,20,000 വരെ സർവീസ് ഉണ്ട്. കഴിഞ്ഞ വർഷം 6 മാസമാണ്, ഇത് 6 മാസമായി. 30 സർവീസ് ഈ വർഷം ചെയ്താൽ മതി. ഓണർഷിപ്പ് എത്ര? സിംഗിൾ തേർഡ് ഓണർഷിപ്പിലുള്ളത്. റീപ്ലേസ് റീപ്ലേസ് ഒന്നുമില്ല, ഒരു പരിപാടി. എത്ര വണ്ടിക്കാണ് ചോദിക്കുന്നത്? നമ്മള് 8.25 ലക്ഷമാണ് ചോദിക്കുന്നത്. എന്തായാലും കുറച്ച് മാറ്റം വരുത്തി കൊടുക്കുക. ഒരു 7.5 വരെയൊക്കെ 7-7.5 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ. എന്തായാലും ഒരു ഉറുപ്പ്യ വണ്ടി വരും. ഒന്ന് പോരാ, ഒരു അതിന് വില വണ്ടി വരില്ലേ? പ്രൊഫൈലാണ് മെയിനായിട്ട് പറഞ്ഞിട്ട്. പ്രൊഫൈലാണ് മാക്സിമം കയറും, അല്ലെങ്കിൽ ഒരു മാറ്റം വരും. നിങ്ങൾ വന്നോളൂ, നിങ്ങളെ പ്രൊഫൈൽ നല്ല ക്വാളിറ്റിയിൽ വണ്ടി കൊണ്ടുപോകും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അത് ഒറിജിനൽ കേരള വണ്ടിയാണല്ലേ? ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഇത് ഇന്നോട് മൈലേജ് ഇപ്പൊ നമ്മള് സാധാരണ 12 ലെവല്. അടുത്ത വണ്ടി നീല കളർ ഇഗ്നസ് ആണല്ലേ? ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ഡെൽറ്റ ഓട്ടോമാറ്റിക് 2018 വണ്ടി. 18 മോഡലാണല്ലേ? 18 ഡെൽറ്റ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് ആണ്. പോപ്പർ ഹിസ്റ്ററിലുള്ള വണ്ടി. പക്ക ഹിസ്റ്ററി. 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസും കാര്യങ്ങളൊന്നും ഒരു പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ടയർ കാര്യങ്ങളൊക്കെ 4 പുതിയ ഉണ്ട്. 50 ആകുമ്പോ ഏകദേശം മാറാനുള്ള ടൈം ആയിരിക്കും. 4 പുതിയ ഇട്ടുണ്ട്. 2 എയർ ബാഗ് ഉണ്ടല്ലോ അല്ലേ? 2 എയർ ബാഗ് ഉണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഉഷാറാക്കിയ വണ്ടിയാണ്. എത്ര വണ്ടി നമ്മൾ ചോദിക്കണം? നമുക്ക് 5,65 കൊടുക്കാം. 5,65 കൊടുക്കാം. അത് കുറച്ച് കുറക്കണ്ടോ? മാറ്റം വരുത്തി ചെയ്ത് കൊടുക്കാം. ഇത് ലോൺ എത്ര കയറും? 5 രൂപ ലോൺ വരും. മാക്സിമം കയറും. മാക്സിമം ലോൺ. 10,000 വണ്ടി ഇറക്കാം. അത് ഓട്ടോമാറ്റിക്. ഓട്ടം കുറവാണ്. അതുപോലെ റീപ്ലേസും കാര്യങ്ങളൊന്നും ഷോറൂം കണ്ടീഷനിൽ വണ്ടി കൊണ്ടാക്കാം. ചെറുതായി ഓടിയിട്ടുള്ളൂ. ലേഡീസിനും മറ്റും ജെന്റ്സിനും എല്ലാവർക്കും പറ്റിയ വണ്ടി. പെട്രോൾ എത്ര മൈലേജ് വരുന്നത്? ഇത് നമുക്കൊരു 16 ലെവൽ എക്സ്പെക്ട്. ആ ലെവല് എന്തായാലും മൈലേജ് ഓട്ടോമാറ്റിക് കിട്ടുമല്ലോ അല്ലേ? ആയതുകൊണ്ട് ഒന്നുകൂടി മൈലേജ് ഉണ്ടാവും ചെയ്യുമല്ലോ അല്ലേ? അടുത്ത വണ്ടി നല്ല അടിപൊളി നിസാന്റെ മൈക്ര, ഒരു ഹാഷ് ബാക്ക് വണ്ടിയില്ലേ? ഇത് 2017 എക്സൽ ആക്റ്റീവ് ആണ്. ഒന്ന് ചെറിയ ടച്ച് ചെയ്യാണ്ടല്ലേ? ചെറിയ വണ്ടി കൊടുത്തിട്ടുള്ളൂ. ഒന്ന് വൃത്തിയാക്കി എടുക്കാണ്ടല്ലോ. എല്ലാം ക്ലിയർ ആക്കിയേ കൊടുക്കുള്ളൂ. എല്ലാം ക്ലിയർ ആക്കിട്ട് കൊടുക്കാം. റീപ്ലേസിംഗ് അപാകതകളും മേജർ പ്രശ്നങ്ങളും വള്ള വണ്ടികളൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ മേജർ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറുതായി ടച്ച് ചെയ്യാനുള്ള അവർ ഉപയോഗിച്ചിരുന്ന കണ്ടീഷനിൽ കൊടുത്തിട്ടുള്ളതാണ്. ചെറിയ ഒരു വൃത്തിയാക്കൽ പരിപാടി. ടച്ച് ചെയ്ത് ക്ലിയർ ആക്കിയാണ് കൊടുക്കാതെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 80,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ ആണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. വണ്ടി നല്ല ക്വാളിറ്റിയിൽ വണ്ടി. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? ഇത് നമുക്ക് 3,65 ചോദിക്കുന്നുണ്ട്. 3,65 കുറച്ച് കൊടുക്കും. എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ട് ചെയ്ത് കൊടുക്കാം. ലോൺ എത്ര കയറും? ലോൺ ഒരു 3,4 കയറും. 3-3.4 റേഞ്ച് മാക്സിമം കയറും. മാക്സിമം ലോൺ ഒരു 10-40 റുപ്യ ഇറക്കാം. 10-40 ഇറക്കാം. ഇത് ഡീസലോ പെട്രോളാ? പെട്രോൾ. എത്ര മൈലേജ് കിട്ടും? ഇതൊരു 15 തന്നെ. ലെവലില് മൈലേജ് കിട്ടും. ഉഷാറായിട്ട് പോകല്ലേ? ഒരു ചെറിയ നമുക്കൊരു ഒരു ഷേപ്പാണ്. അതെ, മിനി കൂപ്പറിന്റെ ആ ഒരു ഷേപ്പിൽ കാണാനും ചൊറുക്കുണ്ട്. എന്തായാലും 15-16 മൈലേജ് പിന്നെ ഒരു ബഡ്ജറ്റിൽ വരുന്നുള്ളൂ. ചെറിയ പൈസക്ക് നല്ല അടിപൊളി വണ്ടി. കംപ്ലൈന്റ് വരൂല. മെയിൻസ് കുറവാണ്. 1200 cc അല്ലേ? പെർഫോമൻസ് ഉണ്ടാവും. എക്സൽ ആണ് ഓപ്ഷൻ പറ്റില്ല. എക്സൽ എന്നുള്ള ഓപ്ഷൻ. അടുത്ത വണ്ടി ഫോക്സ്വാഗൻ പോളോ, വൈറ്റ് കളർ അല്ലേ? അതെ. ഞങ്ങളില്ലേ? ഇത് 2017 ട്രെൻഡ് ലൈൻ ഡീസൽ ആണ് വണ്ടി. ട്രെൻഡ് ലൈൻ ആണ്. പക്ഷെ ഹൈലൈനിന്റെ മാതിരി ഹൈലൈൻ പ്ലസിന്റെ വീല് ചെയ്തോണല്ലേ? ഹൈലൈൻ പ്ലസിന്റെ ജിടിക്ക് ഒക്കെ വരുന്ന ആ ലെവലാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് 78,000 കിലോമീറ്റർ. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. വണ്ടി പക്കാണ്. ഫുൾ ക്ലിയർ വണ്ടി. ഒരു 10-20 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഡീസൽ ആകുമ്പോ എന്തായാലും 20 മൈലേജ് കിട്ടും. റോക്കറ്റ് പോകേണ്ട മാതിരി റോഡിലൂടെ പോകാം. 1500 cc വരുന്നത്. പവർ ഉണ്ടാവൂല? പവർ ഉണ്ടാവും. സീറ്റർ കാര്യങ്ങൾ കമ്പനി ആണല്ലേ? കമ്പനി സീറ്റ് ആണല്ലേ? കവർ ചെയ്തിട്ടൊന്നുമില്ല. ടയർ കാര്യങ്ങൾ അതുണ്ട്. എല്ലാം കൊണ്ട് ഉഷാർ വണ്ടി. വണ്ടി ഉഷാറാണ്. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? ഇത് നമുക്ക് 5,60,000 കൊടുക്കാം. 5-60 കൊടുക്കാം. അത് കുറെ ഉണ്ടാവോ? എന്തെങ്കിലും മാറ്റം വരുത്താം. ചെയ്ത് കൊടുക്കാല്ലേ? ലോൺ എത്ര കയറുന്നാല്? ഇത് 5 ലക്ഷം കയറും. ലോൺ കയറും. 5 ലക്ഷം ലോൺ. 10,000 മുടക്കിൽ അടിപൊളി പോള ഉണ്ടാകാല്ലേ? അടിപൊളി. വേറെ പണി കാര്യങ്ങളൊന്നും ഒന്നും ചെയ്യാല്ല. ഷോറൂം ഹിസ്റ്ററി ഉണ്ടോ?
ഹിസ്റ്ററി ഉള്ള വണ്ടി. ഹിസ്റ്ററിൽ വണ്ടി ഉണ്ട് അല്ലേ? അപ്പൊ ധൈര്യം കൊണ്ടുപോകാം. അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസയർ ആണ് അല്ലേ? അതെ, ഡിസൈർ 2011 മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 11 മോഡല് സിംഗിൾ ഓണർഷിപ്പ് ആണ്. പേർക്ക് മാറിയില്ല. ഓ, ഓപ്ഷൻ ഇത് LDI ആണ്, ഡീസലിന്റെ ബേസ് ആണ് വരുന്നത്. സിംഗിൾ ഓണർ 1,40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള കറക്റ്റ് സർവീസിലുണ്ട്. റീപ്ലേസ് ഒന്നും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാം. ടയർ കുറച്ച് കമ്മി ഉണ്ട് അല്ലേ? ടയർ 2 കുറച്ച് കുറവുണ്ട്. കുഴപ്പമില്ല, നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം, മാറ്റി കൊടുക്കാം. പുത്തൻ ടയർ ഇട്ട് കൊടുക്കും. എത്ര ചോദിക്കണം നമ്മള്? ഇത് നമ്മള് 2.5 ആണ് ചോദിക്കുന്നത്. 2 ലക്ഷം ചോദിക്കണ്ടേ? 11 മോളില് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. എന്തായാലും കുറച്ച് കൊടുക്കും, എന്തെങ്കിലും മാറ്റം വരുത്താം നമുക്ക്. ലോൺ എത്ര കയറുമോ? ലോൺ ഒരു 1.5 ചെയ്ത് കൊടുക്കും. കയറും. ഒരു 19 ഉറുപ്പ്യ അടുത്ത് വേണം. ₹1 ആ ലെവലുണ്ടെങ്കിൽ ഇറക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഇറക്കാമല്ലേ? പിന്നെ നിങ്ങളെ ഇതിന് കുറക്കൽ വേറെ ഉണ്ട്. നിങ്ങളെ പ്രൊഫൈലാണ് മെയിൻ ആയിട്ട് പറഞ്ഞത്. ഡീസൽ ആകുമ്പോൾ എത്ര മൈലേജ് കിട്ടും? ഇത് 20 കിലോമീറ്റർ സിമ്പിൾ ആയിട്ട് എന്തായാലും കിട്ടും. ഞാൻ ഒരു ബഡ്ജറ്റ് അല്ല, 2.5 ലെവലിൽ വരണുള്ളൂ. ഈ മഴക്കാലത്ത് മഴയും വെയിലും കൊള്ളാതെ പോവുകയും ചെയ്യാം. മൈലേജ് ഉണ്ടാവും. മൈലേജ് ഉണ്ടാവും ഡീസൽ ആകുമ്പോ. ഈ വണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. മെയിൻ്റെനൻസ് കുഴപ്പമില്ലല്ലേ? അടുത്ത വണ്ടി വോക്സ് വാഗന്റെ ഒരു സെഡാൻ വണ്ടിയാണ്, വെൻഡോ അല്ലേ? അതെ, വെൻഡോ TSI ആണ് 1.2. അതായത് പോളോ GT യിലെ പോളോ GTയുടെ സെയിം വെൻഡോ. ഇഞ്ചന വെൻഡോ അല്ലല്ലോ? അതെ, സെയിം ആണല്ലേ? മാറ്റം കാര്യങ്ങളൊന്നും ഇല്ല, ഒരു മാറ്റമില്ല. 1.2 DSG ഓട്ടോമാറ്റിക് വണ്ടി. ഡീസൽ പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. കറക്റ്റ് സർവീസ് ആണ്. പ്രോപ്പർ ഹിസ്റ്ററി, സിംഗിൾ ഓണർഷിപ്പ്. ഹൈലൈനാണ് ഓപ്ഷൻ വരുന്നത്. ഹൈലൈനാണ് ഓപ്ഷൻ. വേറെ റീപ്ലേസ് നല്ലതാണ്. ഓട്ടോമാറ്റിക് DSG ആണ്. 7 സ്പീഡ് ഓട്ടോമാറ്റിക് പെട്രോൾ ആണ്. പോളോ GT എടുക്കുന്ന സെയിം വണ്ടി കൊണ്ടുപോവാം. പോളോയില് നമ്മൾ പറയും ബാക്ക് സീറ്റ് കുറച്ചൊരു കൺജസ്റ്റഡ് ആണെന്നുള്ളത്. ആ പ്രശ്നം വരൂല. കാറായിട്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യും. ഡിക്കി കാര്യങ്ങൾ സാധനം വെക്കാൻ അങ്ങനത്തെ സ്പേസ് ഉണ്ട്. എല്ലാം ഉണ്ടല്ലേ? പോളോ GT കൊണ്ടുകൊണ്ട് മാറി പോളോ GT ഉപയോഗിക്കുന്ന പോലെ വെൻഡോ ഉപയോഗിക്കാൻ പറ്റും. അതും പെട്രോൾ ഓട്ടോമാറ്റിക് ആണല്ലേ? ഗിയറും മാറ്റണ്ട, ഓരോ ഓട്ടോമാറ്റിക്കലി മാറിപ്പോയി. സ്പീഡ് ഓട്ടോമാറ്റിക്. അതാണ്. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? നമ്മള് 7 ലക്ഷമാണ് ചോദിക്കുന്നത്. കുറച്ച് കൊടുക്കും. ലോൺ 6 വരെ ലോൺ വരും. മാക്സിമം കയറും. 50,000 മുടക്കില് പോളോ GT പോകേണ്ടമാര് പോകാൻ പറ്റിയ പെട്രോൾ ഓട്ടോമാറ്റിക് വെന്റണി കിടക്കണ്ടല്ലേ? അതാണ്. എത്ര മൈലേജ് കിട്ടും പെട്രോൾ ഓട്ടോമാറ്റിക്? മൈലേജ് ഒരു 13 ആ റേഞ്ചൊക്കെ വരും. ആ ലെവല് 15-ന്റെ ഉള്ളിൽ കയറ്റാൻ മൈലേജ് കിട്ടുള്ളൂ. പോളോ GTയുടെ സെയിം മൈലേജ് കിട്ടുള്ളൂ. അടുത്ത വണ്ടി നല്ല അടിപൊളി കൊമ്പജായ് സാധനം, ഫോർച്യൂണർ 2 വീൽ ഓട്ടോമാറ്റിക്. എങ്ങനെയില്ലേ? ഇത് 2015 2 വീൽ ഓട്ടോമാറ്റിക്. 15 മോഡലാണ്. 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് HR-ലാണ് കിടക്കുന്നത്. നിലവിലുള്ളത്. NOC ഉണ്ടപ്പോ? NOC നിലവിലില്ല. നമുക്ക് എടുക്കുന്നവർക്ക് ഒരാഴ്ച കൊണ്ട് എടുത്തു കൊടുക്കാം. NOC എടുത്ത് കൊടുക്കാം. കേരള നമ്പർ ആക്കുവോ? നമ്പർ ആക്കി കൊടുക്കണമെങ്കിൽ അവർക്ക് ആക്കി കൊടുക്കാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പേപ്പർ ആക്കി കൊടുക്കണമെങ്കിൽ പേപ്പർ ആക്കി കൊടുക്കാം. NOC എടുത്താൽ മതി. അവർക്ക് ടാക്സ് അടക്കണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കറക്റ്റ് സർവീസ് ഉണ്ട്. 1.19 ഓടിയിട്ടുള്ളൂ. റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. ഫുൾ പക്ക വണ്ടി. ഫുൾ ഹിസ്റ്ററിലെ വണ്ടി. പക്ക വണ്ടി, ഫുൾ ഹിസ്റ്ററിലുള്ള വണ്ടി. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? നമ്മള് 14,000 ചോദ്യം. 2 വീൽ ഓട്ടോമാറ്റിക്കിന് എന്തെങ്കിലും മാറ്റം വരുത്തി ചെയ്ത് കൊടുക്കാം. കുറച്ച് കൊടുക്കാം. ലോണിന്റെ കാര്യങ്ങൾ അങ്ങനെ നമ്പർ ആയി കഴിഞ്ഞാൽ ലോൺ കിട്ടുള്ളൂ. അപ്പൊ എങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആ പൈസ ഇറക്കേണ്ടി വരും. 14,000 എന്തായാലും കുറച്ച് 14,000 എന്തായാലും കുറച്ച് വരും അല്ലേ? വേറെ പണികള് കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നുമില്ല. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ? ടയർ കാര്യങ്ങളൊക്കെ പക്കയാണ്. സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണ്. എടുക്കുന്നവർക്ക് എണ്ണ അടിച്ച് ഓടിയാൽ മാത്രം മതി. ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി അല്ലേ? ഷോറൂം ഹിസ്റ്ററി ഉള്ള വണ്ടി. ഇത് ഡീസലാകുമ്പോൾ എത്ര മൈലേജ് കിട്ടും? ഇത് അറിയാലോ, 10 തന്നെ മൈലേജ്. 4 വീൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ അത്രയും കിട്ടൂല. 2 വീൽ ഓട്ടോമാറ്റിക് ആയതിനെ കൊണ്ട് എന്തായാലും 10 ലെവലിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. 10 മൈലേജ് വരിക. പിന്നെ അങ്ങനത്തെ ആ ഒരു സെഗ്മെന്റ് വണ്ടിയാണ്. നോക്കൂല. ഇങ്ങനത്തെ വണ്ടി എടുക്കുന്നവര് മെയിൻ ആയിട്ട് ആ ഒരു ഉപയോഗിക്കാനുള്ള കംഫർട്ടും അതിന്റെ ആ ഒരു ഷോ ആണ്, റോഡ് പ്രസൻസും ആണ് ഫോർച്യൂണറിന്റെ കാര്യങ്ങൾ. അടുത്ത വണ്ടി നല്ല അടിപൊളി ബ്രഷ് ആണല്ലേ? അതെ. എങ്ങനെയില്ലേ? ഇത് 2016 LDI വണ്ടി. 16 മോഡൽ LDI ആണല്ലേ? സിംഗിൾ ഓണർ ആണ്. 85,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഓടിക്കണ്ട് ഹിസ്റ്ററി ഉണ്ടാവും. പക്ക ഹിസ്റ്ററി. അതിൽ അലോയിൽ ചെയ്തിട്ടുണ്ട്. ടയറും ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളും അതും ഉണ്ട്. പിന്നെ ക്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ ചെറിയ എക്സ്ട്രാ ഫിറ്റിംഗ്സ് എല്ലാം ഉണ്ട്. അത് വേറെ ഉണ്ടല്ലോ. കവറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഒക്കെ ചെയ്ത് ഉഷാറാക്കി വണ്ടിയാണ്. ഒക്കെ ഉണ്ട്.
ഇത് കമ്പനി ഹിസ്റ്റർ ഉണ്ട് ഇതിന്. കമ്പനി സ്ഥിരം നമുക്ക് എടുത്തു കൊടുക്കാം. എടുത്തു കൊടുക്കാൻ ഹിസ്റ്റർ ഉള്ളതാണ്. റീപ്ലേസ് ഇല്ല, റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. ചെറിയ ഈ കോർണർ ടച്ചപ്പുകൾ പോലത്തെ ടച്ചപ്പ് ഉണ്ട്. ഇതൊന്ന് കേക്ക് കുട്ടപ്പനാക്കി നിങ്ങൾ കൊടുക്കും. കണ്ടീഷമായതുകൊണ്ട് ഇങ്ങനെ ആയതാണല്ലേ. അതെ അതെ, അതിന്റെ ഒരു വ്യത്യാസം ഉണ്ട്. ക്ലിയർ ആക്കി കൊടുക്കാം നമുക്ക്. കൊടുക്കാമല്ലേ. വണ്ടി നീറ്റ് ആണ്. എത്ര ചോദിക്കുന്നത്? നമുക്ക് 660 ചോദിക്കുന്നുണ്ട്. 60,000 ചോദ്യം. എന്തായാലും കുറച്ച് ചോദ്യം മാത്രമല്ല, മാക്സിമം കുറച്ച് വരും. ലോണ് കാര്യങ്ങളൊക്കെ ലോൺ 6 ലക്ഷം വരെ ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം വരും. മാക്സിമം ലോൺ 60,000 റുപ്യക്ക് അടിപൊളി XUV ബ്രസർ കൊണ്ടാകാം. കുറച്ച് ഫിറ്റിംഗ്സ് ഉണ്ട്. ഡീസൽ 20 കിലോമീറ്റർ മൈലേജ് ഉണ്ടോ? അതിന് മേലെ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. അത് ചെയ്തു പോലല്ലേ. എല്ലായിടത്തും ഫിറ്റിംഗ്സ് അതാണ്. ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഇത് 20 മേലെ മൈലേജ് വരും. എന്തായാലും കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ധൈര്യമായി പറഞ്ഞു കൊടുക്കാം. അടുത്ത വണ്ടി വൈറ്റ് കളറ് സെലറി ആണല്ലേ. അതെ, ഞാൻ കണ്ടില്ലേ. ഇത് 2021 മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 18,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിൽ 18,000 കിലോമീറ്റർ. 18,000 ഓടിയിട്ടുള്ളൂ. 21 മോഡലുണ്ട്. 3 കൊല്ലത്തെ പഴക്കമുള്ള വണ്ടിക്ക്. ഡേറ്റ് ഉണ്ട്. 4 മാസം ഡേറ്റും എല്ലാം ഉണ്ടല്ലോ അല്ലേ. സിംഗിൾ ഓണറാണ്. റീപ്ലേസ് ഓപ്ഷനാണ് വണ്ടിയുള്ളത്. ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ. റീപ്ലേസ്മെന്റ് അപാകതകളോ ഒന്നുമില്ല. കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷോറൂം നടക്കുന്ന കണ്ടീഷനിൽ കൊണ്ടുപോകാം. അതാറുണ്ട്. ആ ഓട്ടോ ഓടിയിട്ടുള്ളൂ 18,000 കിലോമീറ്റർ. ആ വാറന്റിയും ഗ്യാരണ്ടി ഒക്കെ ഉണ്ടാവും. ഇൻഷൂറ് 3 വർഷത്തിലുണ്ടാവും. 3 വർഷത്തെ ഇൻഷൂർ. അപ്പൊ ഇൻഷുറൻസ് ഇപ്പൊ കഴിയാനായിണ്ടാവും. മൂന്നാമത്തെ അപ്പൊ പുതിയ എടുത്ത് കൊടുക്കാം. ഫുൾ കവർ എടുത്ത് കൊടുക്കാം അല്ലേ. കവർ എടുത്ത് കൊടുക്കാം. എത്ര വണ്ടി കൊണ്ട് ചോദിക്കും? ഇത് നമ്മള് 4.75 ചോദിക്കണ്ടേ. കുറച്ചൊക്കെ കൊടുക്കും. എന്തെങ്കിലും മാറ്റം. ലോണ് കാര്യങ്ങൾ എത്ര കയറും? ലോൺ നമുക്ക് 4.5 ലോട്ട് കൊടുക്കാം. മാക്സിമം വരും. മാക്സിമം ലോൺ വെറും 25,000 രൂപയ്ക്ക് അടിപൊളി സെലറിയോ കിലോമീറ്റർ വണ്ടി. പുതിയ വണ്ടി കൊണ്ടുപോകാം. അതാണ് പുതിയ ഷോറൂം നടക്കേണ്ട ആ കണ്ടീഷനിൽ വണ്ടികൾ കൊണ്ടുപോകാൻ അത്ര ഗ്യാരണ്ടി ഉണ്ട്. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? ഇത് 18-20 റേഞ്ച് മൈലേജും കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും. A6 അല്ലേ. അതാണ് മൈലേജ് ഉണ്ടാവുമല്ലോ അല്ലേ. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. എല്ലാം ഉണ്ട്. പക്കാണ്. 18 കോടി ടയറാണ്. അതെ. ആ ഒരു ക്വാളിറ്റി ഉണ്ട് വണ്ടിക്ക്. നിങ്ങൾ ഒന്ന് നോക്കിയാലേ അറിയാം. അടുത്ത വണ്ടി നല്ല അടിപൊളി i20 ഗ്രേ കളർ. കണ്ടില്ലേ. ഇത് 2015 വണ്ടി. 16 രജിസ്ട്രേഷൻ. 15 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഓപ്ഷനിലാണ് വണ്ടി. ഏറ്റവും ഫുള്ളോട് വണ്ടി. ടോപ്പ് എൻഡ് വണ്ടി. ഡീസൽ ടോപ്പ് എൻഡ് ആണ്. എല്ലാം വരുന്ന വണ്ടി. 1.4 ആണ്. 6 സ്പീഡ് ആണ് ഗിയർ വരുന്നത്. ഇതിന് മാപ്പിട ഓപ്ഷൻ ഇല്ല. അതാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കറക്റ്റ് സർവീസ് ആണ്. 1.20 ഓടിയുണ്ട്. റീപ്ലേസ് കാര്യങ്ങളൊന്നും ചെല്ലോ. ഒന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? ഇത് 5.40 ആണ് ചോദ്യം. 5,40,000. എന്തായാലും കുറച്ച് കൊടുക്കും. എന്തെങ്കിലും മാറ്റം എടുത്തു. ലോൺ എത്ര കയറും? ലോൺ ഒരു 4.5 മുതൽ 5ന്റെ ഉള്ളിൽ കയറും. മാക്സിമം കയറും. അതെന്തായാലും നിങ്ങളെ പ്രൊഫൈൽ നോക്കിയിട്ടാണ് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. നല്ല പ്രൊഫൈലാണ്. മാക്സിമം ഫുൾ ഓൺ അല്ലെങ്കിൽ ചെറിയ മുടക്കിൽ ഇറക്കല്ലേ. 15,000 രൂപ ഇറക്കാം. 50 to 1ന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഇറക്കാലോ അല്ലേ. ഇത് ഫ്യൂൽ തരുന്നുണ്ട്. ഡീസലാണ്. എത്ര മൈലേജ് കിട്ടും? ഒരു 20ന്റെ മേലെ മൈലേജ് എന്തായാലും മൈലേജ് കിട്ടും. നല്ല പവറുള്ള വണ്ടി. പവർ ഉണ്ട്. 1.4 വരുന്നത്. 6 സ്പീഡ് ഉണ്ട്. 6 സ്പീഡ് ഗിയർ ഉണ്ടല്ലോ അല്ലേ. അടുത്ത വണ്ടി മാരുതിയുടെ ബലേനോ അല്ലേ. കണ്ടില്ലേ. ഇതും അതേപോലെ തന്നെ 2015-16 രജിസ്ട്രേഷൻ വണ്ടിയാണ്. അതേപോലെ തന്നെ ബലേനോടെ സ്റ്റാർട്ടിങ്ങിൽ വന്നുള്ള വണ്ടിയാണ്. സ്റ്റാർട്ടിംഗ് 15-16 വണ്ടി. രജിസ്ട്രേഷനിലെ വണ്ടി. 15 ഡിസംബർ ആണ്. 16 ഇറക്കിയത്. ഇത് ഓപ്ഷൻ ഇത് ആൽഫ ടോപ്പിന്റെ വണ്ടി. വണ്ടി കിലോമീറ്റർ കാര്യങ്ങള് 1,00,000 കിലോമീറ്റർ ലാണ്. ഷോറൂം കണ്ടീഷൻ ആണല്ലേ. ഷോറൂം കണ്ടീഷൻ. സിംഗിൾ ഓണർ വണ്ടി. ഇത് സിംഗിൾ പേർക്ക് പറയില്ല. ഇല്ല. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. റീപ്ലേസ് ചെയ്യാലോ. റീപ്ലേസ് ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ധൈര്യമായിട്ട് കൊണ്ടുപോവാ. ആ പുതിയ ആ ഒരു 1,00,000 ഓടിയ ആ ഒരു നിങ്ങൾക്ക് തോന്നൂല വണ്ടിയിൽ. ഇല്ലല്ലേ. സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ അറിയില്ല. വണ്ടിയുടെ ഇന്റീരിയർ ക്വാളിറ്റി ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും എല്ലാം ഉഷാറാണ്. ആ ഒരു 1 lakhന്റെ ഫീലിംഗ് കിട്ടൂല. നല്ല മെയിൻറ്റെയിൻ ആയിട്ടുള്ള വണ്ടിയാണ്. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇൻഷുറൻസ് ആണെങ്കിലും ഫുൾ കവർ ഡിസംബർ ഉണ്ടല്ലോ. പക്കാണ് വണ്ടി. എത്ര ചോദിക്കുന്നുണ്ട്? ഇത് നമ്മൾ 5.85 ചോദിക്കുന്നത്. 5.85 ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കാം. ലോൺ എത്ര കയറുന്നല്ലേ? ലോൺ 5 എന്തായാലും കയറും. 5 ലക്ഷം എന്തായാലും കയറും. പിന്നെ മേപ്പോട്ട് ചേർന്ന് നിങ്ങളെ പ്രൊഫൈൽ ഒന്നും കൂടെ ഉഷാറാണെങ്കിൽ പിന്നെ കയറും. ചിലപ്പോൾ ഫുള്ളോണം കയറും. അല്ലെങ്കിൽ ചെറിയ മുടക്കിൽ ഇറക്കും. ഒരു 19 രൂപ വേണം. 50 രൂപ എന്തായാലും കാണണം. എന്നാലും നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. ഇത് ഡീസലാണ്. 20ന്റെ മേലെ എന്തായാലും മൈലേജും കയറും. കിട്ടും ചെയ്യും. 20ന് മേലെ. അടുത്ത വണ്ടി ചെറിയ വിലക്ക് നല്ല അടിപൊളി i10 ഗ്രാൻഡ്. ചെറിയ വില ചെറിയ മുടക്ക് കിട്ടും. എങ്ങനെ? ഇത് 2019 വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. 19 സിംഗിൾ ഓണർഷിപ്പ് ആണ്. മോഡൽ ഉള്ള വണ്ടി അല്ലേ. അതെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്. ഇത് 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2019 മാഗ്നയാണ് വണ്ടി. മാഗ്നയാണ്. പെട്രോൾ വണ്ടിയാണ് അല്ലേ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ്. റീപ്ലേസും കാര്യങ്ങളൊന്നും ഇവിടെ ഈ സാധനം കപ്പ് വെക്കാണ്ടാവൂലേ. അത് സാധനം ഉണ്ട് ഇവിടെ. ടച്ച് ചെയ്ത് വെക്കാനുള്ളൂ. ഒക്കെ ക്ലിയർ ആക്കിയിട്ട് ഒക്കെ ക്ലിയർ ആക്കിയിട്ട് വണ്ടി കണ്ടു തരും. അതാറുണ്ട്. എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ? ഇത് നമുക്ക് 4.30 ചോദ്യം ചോദിക്കണ്ടേ. അത് കുറച്ച് കൊടുക്കും.
ഇതിൽ മാറ്റം വരുത്താം. 4 റുപ്യ വരെയൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം കയറും. മാക്സിമം ലോൺ ചെയ്ത് ഓ എന്തായാലും ഒരു 20-20,000 റുപ്യ അല്ലെങ്കിൽ 25,000 റുപ്യൊക്കെ അടിപൊളി ഐറ്റം ഗ്രാൻഡ് കൊണ്ടാകാം. പെട്രോൾ ആണ്, മാനുവൽ ആണ് അല്ലേ? മാനുവൽ ആണ്. വേറെ പണി കാര്യങ്ങളൊന്നും ഷോറൂം കണ്ടീഷനിലും ഉണ്ടാകും. 50,000 ഓടിയിട്ടുള്ളൂ അല്ലേ? 50,000 ഓടിയിട്ടുള്ളൂ. നീറ്റ് ആയിട്ട് വണ്ടി കൊണ്ടുപോകാം അല്ലേ? ഫുള്ള് ക്ലിയർ ആക്കിയിട്ട് ചൊറുക്കാക്കിയിട്ട് വണ്ടി ആ ചോപ്പ് കട്ടണ തരൂല്ലേ? ഇത് പെട്രോൾ മാത്രം മൈലേജ് കിട്ടും. പെട്രോൾ ഒരു 15-16 ഒക്കെ എന്തായാലും മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറയും ചെയ്യും. ധൈര്യമായിട്ട് കൊണ്ടുപോകാം. അടുത്ത വണ്ടി വീണ്ടും വൈറ്റ് കളർ ബലേനോ അല്ലേ? ബലേനോ ഓട്ടോമാറ്റിക് ഉണ്ട്. ഓട്ടോമാറ്റിക് ആണ്. ഓ 2016 മോഡൽ സിംഗിൾ ഓണർ. 16 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആ ഓടിയിട്ടുള്ളൂ. ഈ ബലേനോടെ പ്രത്യേകത എന്ന് വെച്ചാൽ മാരുതിയിൽ CVT വരുന്ന ബലേനാണ് ഈ ബലേനല്ലേ? ബലേനോക്കാണ് CVT വരുന്നത്. ബാക്കി സ്വിഫ്റ്റ് ആണെങ്കിലും ഇഗ്നിസ് ഒക്കെ ആണെങ്കിലും MT വരിക. ഇതിന് CVT വരിക. അതായത് ബാക്കിലേക്ക് ഇറങ്ങൂല വണ്ടി. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. പക്കാണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ടയർ കാര്യങ്ങളൊക്കെ പക്കാം. കേക്ക് കുട്ടപ്പനാക്കിട്ട് വണ്ടികൾ കൊടുക്കും. പ്രത്യേകിച്ച് കൊടുക്കാം. എത്ര ചോദിക്കുന്നുണ്ട്? ഇത് നമുക്ക് 6 ലക്ഷമാണ് ചോദിക്കണ്ടേ? ചോദ്യം മാത്രമാണ് 6 ലക്ഷം. കുറവല്ല കേട്ടോ. ഇതൊക്കെ കുറച്ച് തരാണ്. ലോൺ എത്ര കയറും? ലോൺ 5,4 ലോൺ കയറുമോ? 5,4 എന്തായാലും ഒരു 10-70 റുപ്യ ആ ലെവലിൽ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി കൊണ്ടുപോകാം അല്ലേ? സിംഗിൾ ഓണർ ആണ്. ഞാൻ പറഞ്ഞത് സിംഗിൾ ഓണർ ആണ്. ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഡെൽറ്റയിലാണ് വണ്ടി ഉള്ളത്. ഓപ്ഷൻ ആണ് വരുന്നില്ലേ? കിലോമീറ്റർ കുറവാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. ലോ കിലോമീറ്റർ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഈ വീഡിയോയിൽ കണ്ട നമ്പറിലാണ് വിളിച്ചിട്ട് വന്നോളി. നല്ല അടിപൊളിയായിട്ട് വണ്ടി കൊണ്ടുപോയി. ഇപ്പൊ ഏത് വണ്ടിക്ക് വേണമെങ്കിലും വിളിച്ചോളി. ഇവരെ സെറ്റ് ആക്കി തരും. കുറെ വണ്ടി ഉണ്ട്, ഏതും ചെയ്യാതെ. ഇത് പെട്രോള് ഓട്ടോമാറ്റിക് മാത്രം മൈലേജ് കിട്ടും. ഇതൊരു 14-15 ലെവല മൈലേജ് കിട്ടും ചെയ്യും. മൈലേജ് പറയും ചെയ്യാം. CVT ആണ്. നല്ല പെർഫോമൻസ് ഉണ്ടാവും. ഗിയർ ലാഗ് ഉണ്ടാവില്ല. ഗിയർ മാറുന്ന അറിയില്ല. അടുത്ത വണ്ടി നല്ല അടിപൊളി സിയാസ് ആണ്. ഒരു സെഡാൻ വണ്ടി. മാരുതിന്റെ ഡോക്ടർ നമ്മളൊക്കെ ഉണ്ടല്ലോ വേണ്ടല്ലേ? അപ്പൊ എങ്ങനെ മോഡൽ ആയിരുന്നല്ലേ? ഇത് 2018 സീറ്റ എന്നുള്ള ഓപ്ഷനാണ്. 18 മോഡല് സീറ്റ് ആണ് ഓപ്ഷൻ വരുന്നത്. കിലോമീറ്റർ കിലോമീറ്റർ 60,000 കിലോമീറ്റർ. കറക്റ്റ് കമ്പനി സർവീസ്. ഇത് ലോ കിലോമീറ്റർ കമ്പനി സർവീസ്. എല്ലാ ലോ കിലോമീറ്ററിലെ 18 പെട്രോൾ ആണ് സീറ്റ. പെട്രോളിന്റെ ആണ്. സീറ്റ് ആണ് ഓപ്ഷൻ വരുന്നത്. ചെറിയ ലോ കിലോമീറ്റർ കുറവാണ്. സിംഗിൾ ഓണർഷിപ്പിലാണുള്ളത്. അത്യാവശ്യം ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. ബട്ടൺ സ്റ്റാർട്ട് അല്ലെങ്കിൽ എല്ലാം ഇതുണ്ടല്ലോ. അത്യാവശ്യം ലക്ഷറി ആയിട്ട് പോകാം. സീറ്റുകൾക്കെല്ലാം അടിപൊളിയായിട്ട് നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. സ്മൂത്തിങ്ങുകളാണ് അല്ലേ? ഒരു പഞ്ഞി കാര്യങ്ങളൊക്കെ മെറ്റീരിയൽ പോലെ ചെയ്തിട്ടുണ്ട്. അതെ. എത്ര നമ്മളുണ്ടെങ്കിൽ ചോദിക്കണ്ടേ? ഇത് നമുക്ക് 6,80,000 ചോദിക്കണ്ടേ? അത് കുറച്ച് കൊടുക്കും. എന്തെങ്കിലും മാറ്റം വരാം. 6.5 ഉള്ളിൽ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 6 MB 6 ലക്ഷം വരെ മാക്സിമം ലോൺ 6.5 ഉള്ളിലൊക്കെ ചെയ്ത് കൊടുക്കാറല്ലേ? ഒരു 50,000 മുടക്കങ്ങളെ കയ്യിലുണ്ടോ? ഈ വണ്ടിയൊക്കെ നല്ല അടിപൊളി സിയാസനം കൊണ്ടാകാം. വണ്ടി ഉണ്ടായാലേ നല്ല ക്വാളിറ്റി വണ്ടി. നല്ല ക്വാളിറ്റി വണ്ടി. അത് ലോ കിലോമീറ്റർ വണ്ടി. കറക്റ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി കേട്ടോ. ധൈര്യമായിട്ട് വന്ന് കൊണ്ടുപോകാം. പെട്രോൾ ആകുമ്പോൾ എത്ര മൈലേജ് കിട്ടും? ഇതൊരു 16 മൈലേജ്. ആ ലെവലില് മൈലേജ് കിട്ടുന്നുണ്ട്. സെഡാൻ വണ്ടിയാണ്. പ്രീമിയം ക്വാളിറ്റിയിലും ഉപയോഗിക്കാമല്ലേ? അടുത്ത വണ്ടി വീണ്ടും ഇഗ്നസ് ആണ്. നല്ല അടിപൊളി അലവിലൊക്കെ ചെയ്ത മാണിക്കല് പുകൽ വണ്ടി അല്ലേ? ഞങ്ങളില്ലേ? ഇത് 2022 മോഡല്. സിംഗിൾ ഓണർഷിപ്പ്. 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് ലോ കിലോമീറ്റർ പുതിയ വണ്ടി കൊണ്ടുപോകണ ആ ഷോറൂം കണ്ടീഷനിൽ കൊണ്ടാക്കാം. എക്സ്ട്രാ അലവിലൊക്കെ ചേഞ്ച് ചെയ്തു. നല്ല വൃത്തിയുള്ള വണ്ടി. നീല കളറാണ്. ഇത് 18 സിഗ്മയാണ്. പെട്രോള്. 22 സിഗ്മയാണ് പെട്രോള്. അത് 19 ശേഷമൊക്കെ പെട്രോൾ വണ്ടി മാരുതിക്ക് വരണുള്ളൂ. വേറെ റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. പക്ക വണ്ടി. ഷോറൂം ഇറക്കുന്ന കണ്ടീഷനിൽ കണ്ടീഷനിൽ കൊണ്ടുപോകാം. 2 കൊല്ലത്തെ പഴക്കല്ലുള്ളൂ. ചെയ്തുകൊണ്ട് ബലൂൺ ടയറാണ് ചെയ്തിട്ടുണ്ടല്ലേ? അതെ. കുറച്ച് രീതിയിൽ തള്ളിക്കണ്ട അലവിക്ക് അനുസരിച്ചിട്ടുള്ള ടയർ ചെയ്താണല്ലേ? കാണാൻ ലുക്ക് ഉണ്ടാവും. അതാണ് പറഞ്ഞത്. എത്ര വണ്ടി കൊണ്ട് ചോദിക്കണ്ടേ? ഇത് നമ്മൾ 5.25 ചോദിക്കണ്ടേ? ചോദ്യം മാത്രമാണ് കുറച്ച് മാറ്റം വരുത്തി കൊടുക്കാം. ഒരു 5.15 ലോൺ 5.5 ഉള്ളിലൊക്കെ ആയിട്ട് മാക്സിമം ലോൺ ചെയ്തു. ഒരു 30,000 അല്ലെ 40,000 മുടക്കാണ്ടോ? അടിപൊളി ഇഗ്നസ് കൊണ്ടാകാതും അലവിലൊക്കെ ചെയ്ത വണ്ടിയില്ലേ? പുതിയ കണ്ടീഷനിലും ഷോറൂം കണ്ടീഷനിൽ കൊണ്ടാക്കാം. 25,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഫുൾ പക്ക വണ്ടിയില്ലേ? പക്ക വണ്ടി. പെട്രോൾ മാത്രം മൈലേജ് കിട്ടും. ഇതൊരു 18 മൈലേജ് കിട്ടും. അൾട്ടോണിന്റെ മൈലേജ് എന്തായാലും കിട്ടും. ധൈര്യമായിട്ട് പറയാം. അടുത്ത വണ്ടി നല്ല ബ്ലാക്ക് കളർ ഡസ്റ്റർ ആണല്ലേ? ചൊറുക്കിന്റെ കട്ടുള്ള വണ്ടി. ഞങ്ങളില്ലേ? ഡസ്റ്റർ ഇത് 2014 സിംഗിൾ ഓണർ. 14 സിംഗിൾ ഓണർഷിപ്പ് ആണ്. 96,000 കിലോമീറ്റർ ആണ് ഓടിയുള്ളത്. ഭാഗത്ത് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. RXL ഓപ്ഷനിലാണ്. അലവിലും സ്ക്രീനൊക്കെ വന്നിരുന്ന ഓപ്ഷനാണ്. അങ്ങനെ വരുന്നതാണ്. കമ്പനി വരുന്നതാണ്. സ്ക്രീനും നല്ല അടിപൊളി വുഡിന്റെ അകത്തൊക്കെ മറ്റേ ഒരു
ജെൽ ടൈപ്പിൽ ചെയ്തിട്ടുണ്ട്. അത് ചെയ്താ അത് എക്സ്ട്രാ ചെയ്ത് അത് വണ്ടി ഇറക്കുമ്പോൾ ഒരു ഓപ്ഷനാണ്, കമ്പനിയിൽ തന്നെ ചെയ്യണ. പിന്നെ ഇത് കൊടുക്കണാണ്. ഓക്കെ. അത് AC വെന്റിന്റെ ഒക്കെ അവിടെ ഒരു വുഡൻ എല്ലാ ലക്ഷം ചെയ്തോളും എടുക്കുന്നൊക്കെ ഞാൻ അങ്ങനെ ഉഷാറായിട്ട് ഓടിച്ചാൽ മാത്രം സുഖമായിട്ടുണ്ട്. കിലോമീറ്റർ ഓടിക്കണം 96,000 കിലോമീറ്റർ ഓടിക്കൊണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല, പക്ക. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ 5 ലക്ഷമാണ് ചോദ്യം. 5 ലക്ഷം ഏതായാലും കുറച്ച് കൊടുക്കും, എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കാം. ലോണ് കാര്യങ്ങളൊക്കെ 4.5 ലോണ് കൊടുക്കാം. ലോണ് കയറും. 50,000 മുടക്കാണ്ടാങ്ങളെ നല്ല അടിപൊളി ഡസ്റ്റർ, നല്ല ചൊറുക്കുള്ള വണ്ടി, ലിമിറ്റഡ് ആയിട്ട് വരുന്നില്ല. അന്ന് RX ഓപ്ഷൻ വരുന്ന വണ്ടിയാ, അന്ന് വണ്ടിയില് ലിമിറ്റഡ് ആയി വരുന്നത്. അതില് അലവില് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. എല്ലാം കൊണ്ട് ഉഷാർ വണ്ടിയാണ്, ഫുൾ പക്ക വണ്ടി. ഫുൾ പക്ക വണ്ടി. ഇത് ഡീസൽ ആകുമ്പോൾ മൈലേജ് കിട്ടും. ഇത് 18 മൈലേജ് കിട്ടും. മൈലേജ് ഉണ്ടല്ലോ അല്ലെ, കാണാനും ചൊറുക്കും ഉണ്ട്. ഒന്ന് ചില സ്പേസും ഡിക് സ്പേസ് ആണെങ്കിലും അതൊക്കെ ഉണ്ടല്ലോ അല്ലെ, അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ്. അല്ല ബ്ലാക്ക് ആണ് ഒരു പ്രത്യേക രസമുള്ള കാണാൻ. അതെ അതെ, എന്തായാലും കേക്കിട്ട് ഉഷാറാക്കിട്ട് കൊടുക്കും, വൃത്തിയാക്കി കൊടുക്കാമല്ലോ അല്ലെ. ഇതിപ്പോ ഈ മഴയുടെ മഴ ചെയ്തിട്ട് പൊടി പാറി ഓപ്പണായിട്ട് കിടക്കുന്നല്ലേ ഉള്ളൂ. വേറെ വണ്ടിക്ക് അപാകത കാര്യങ്ങൾ ഒരു പരിപാടി ഇല്ലല്ലേ, ഷോറും കണ്ടീഷൻ വണ്ടി കൊടുക്കാം. വണ്ടി നല്ല നീറ്റ് ആയിട്ട് കൊണ്ടുപോയിക്കാം. അടുത്ത വണ്ടി നല്ല അടിപൊളി സ്വിഫ്റ്റ് ആണ്, റെഡ് കളർ അല്ലേ. സ്കാറ്റിംഗ് ചെയ്തോണ്ട് സൈഡ് സ്കേറ്റിംഗും ബാക്ക് സ്കേറ്റിംഗും ഒക്കെ ചെയ്തു, ഒക്കെ ചെയ്തോണല്ലേ. ടയർ കാര്യങ്ങൾ അതുണ്ട്. എങ്ങനെ സിസ്റ്റം ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെ 2020 മോഡല്, രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള 20 മോഡൽ രണ്ടാമത്തെ ഓണർഷിപ്പ് ആണ്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള VXI വണ്ടി. VXI ആണ് പെട്ടുവണ്ടിയിലെ. റീപ്ലേസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറ്റ വണ്ടി, ഒക്കെ ധൈര്യമായിട്ട് കൊണ്ടുപോകാം. കുറെ ഫിറ്റിംഗ്സ് ഉള്ള വണ്ടി, അത്യാവശ്യം കയറി. ചെക്കന്മാരെ വണ്ടിയായിരുന്നു. ഒരു ആവറേജ് ചെക്കന്മാര്. അത് വണ്ടിനോട് കുറച്ച് ക്രൈസ് ഉള്ള ആൾക്കാരല്ല, ചെയ്യൂല. സ്പോയിലർ കാര്യങ്ങള്, ടയർ കാര്യങ്ങള് എല്ലാം ഉണ്ടല്ലോ. ടയറൊക്കെ നല്ല ഉഷാറാക്കി നല്ല കൂളിംഗ് ഉള്ള ഗ്ലാസ് ആണ് കൊടുത്തത്. ഗ്ലാസ് ചെറിയൊരു ലൈറ്റ് 30% ഒക്കെ കൂളിംഗ് ചെയ്തിട്ടുണ്ട്. അതെ. എങ്ങനെ നമ്മൾ 6.30 ചോദ്യം. 6,30,000. കുറച്ച് എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കാം. ആ തെർച്ചുകൾ കുറക്കുമല്ലോ, അത് ബുദ്ധിമുട്ടാവും. മാറ്റം വരുത്തി കൊടുക്കാം. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ മാക്സിമം കുറച്ചു തരും കേട്ടോ. ലോൺ എത്ര കയറുന്നാല്? ലോൺ ഒരു 5.25. ആ ലെവലില് മാക്സിമം കയറുമല്ലേ. 20 VXI ആണ് വണ്ടി. നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണ്, മാക്സിമം ലോണാണ്. അങ്ങനെ ആണെങ്കിൽ ഒരു 6-6.25 ഫുൾ ലോണും കയറും. അല്ലെങ്കിൽ ഒരു 50,000 മുടക്കി കഴിഞ്ഞാൽ ഏത് വണ്ടി ഇറക്കല്ലേ? ഈ ഷോറൂമത്തെ ഏത് വണ്ടി ഇറക്കാം? ഫോർച്യൂണർ അല്ലാത്ത ഏത് വണ്ടി? അതാണ്. ഇത് എത്ര മൈലേജ് കിട്ടും? ഇത് 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. എന്തായാലും മൈലേജ് കിട്ടും. മൈലേജ് ഉണ്ടല്ലോ ന്യൂ ഷേപ്പ് ആകുമ്പോ. ന്യൂ ഷേപ്പിന് മൈലേജ് ഉണ്ടല്ലോ, 23 കമ്പനി പറയുന്നുണ്ട്. അപ്പൊ 20 നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് തരാനൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പറഞ്ഞത്. അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ കാണാം.